ആ നല്ല ടേസ്റ്റുള്ള ചായ ഗൈസ്. എന്തായാലും നമുക്കൊരു ചായ കൂടെ കുടിച്ച് ചായല്ലേ ഇപ്പോൾ കുടിച്ചേ, 2 പൊറോട്ട തിന്നാൻ വെളിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നെൻ്റെ മാമൻ്റെ മോൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേരെന്തോ ഷാങ് ചുന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് അവൻ്റെ. അവൻ ഭയങ്കര അലമ്പ് പയ്യനാണെന്നൊക്കെയാണ് മാമൻ പറഞ്ഞത്. നമുക്കവനെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ടൊരു വലിയ അറിവൊന്നും ഇല്ല. പിന്നെ അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ അലമ്പൊക്കെ കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് മാമൻ അവനെ ഇങ്ങോട്ട് വിടുന്നത്. മാമൻ അറിയത്തില്ലല്ലോ നമ്മളത്ര അലമ്പാന്ന്. മാമൻ വിചാരിച്ചിരിക്കുന്നത് നമ്മളത്ര നല്ല ആളാണെന്നൊക്കെയാണ്. അത് കാരണമാണ് ആ ചെറുക്കനെ നമ്മുടെ അടുത്തോട്ട് വിടുന്നത്. പിന്നെ മാമൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം ഞാനിന്ന് എന്തായാലും ആ ചെറുക്കനെ പോയി വിളിച്ചുകൊണ്ട് വരണം. ഞാൻ എന്തായാലും പൊറോട്ട തിന്നിട്ട് വരുമ്പോഴത്തേക്കും ചെറുക്കൻ മിക്കവാറും നമ്മുടെ വീട്ടിൽ വരുമായിരിക്കും കൈ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്കെന്തായാലും ചായ കുടിക്കുന്നതിന് മുമ്പ് ചായ കുടിച്ചിട്ട് ചായ ഞാൻ ഇപ്പോൾ കുടിച്ചേ നമുക്കെന്തായാലും ഒരു പൊറോട്ട തിന്നാൻ വേണ്ടി നമ്മുടെ മെയിൻ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് കേസ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത് ഇച്ചിരി വെറൈറ്റിയാണ്. ഒരു മാളിൻ്റെ അകത്താണ് ഈ 5 സ്റ്റാർ ഹോട്ടൽ ഉള്ളത്. വഴി കൊണ്ടുവന്ന് ആരെങ്കിലും ഇതൊക്കെ വെക്കുകൂടെ. ഗീസ് നമ്മുടെ മാൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി നമുക്കൊരു പൊറോട്ട തിന്നിട്ട് വരാം കേട്ടോ. 2000 years later. നല്ല ചായ, നല്ല അടിപൊളി ചായ അല്ല പൊറോട്ട. നീ എപ്പോഴും ചായ എന്നാണല്ലോ പറയുന്നത്. പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഗീസ്. എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ മാമിൻ്റെ മോൻ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചായിരുന്നു വരുന്ന വഴിക്ക്, നിങ്ങളെ കണ്ടില്ലേ. പിന്നെ നമ്മൾ റിച്ചാണെന്നൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. നമ്മുടെ മാമിൻ്റെ മോന് എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു പയ്യനാണെന്നാണ് ഗീസ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്കെന്തായാലും അവനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് അറിയില്ല. ഓക്കെ, നമുക്കെന്തായാലും വീട്ടിൽ പോയി നോക്കാം. മിക്കവാറും ഇവിടെ വന്നിട്ടുണ്ടാവും. ഗീസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് എയർപോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീടിന് നല്ല വില കിട്ടുന്നുണ്ട് കേട്ടോ. ഗീസ് ഞാനങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറി കേട്ടോ. വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അവന്. 2000 years later. ഗൈസ് നമ്മുടെ മാമൻ്റെ അടുത്തുനിന്ന് ഒരു കോൾ വരുന്നുണ്ട്. ഹലോ മാമ, എന്താ വിളിച്ചേ? എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ ഷിൻചാൻ, അവനെ അവിടെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ എന്തോ പരിപാടി ഒപ്പിച്ചെന്നാണ് പറഞ്ഞത്. മാമ, ഇവിടുത്തെ പോലീസൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാർ. അപ്പം ഞാൻ അവനെ പോയി ഇറക്കിക്കൊണ്ട് വരാം. ആടാ, അത് കാരണം ഞാൻ നിന്നെ വിളിച്ച, അല്ലെങ്കിൽ നിന്നെ വിളിക്കത്തില്ലായിരുന്നല്ലോ. നിനക്ക് അതിനൊക്കെയുള്ള വിവരമല്ലേ ഉള്ളൂ. നിന്നോട് പോലീസുകാരൊക്കെ നല്ല കമ്പനിയാണെന്നാണ് ഞാൻ കേട്ടെ. നീ എന്തായാലും അവനെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോവാ കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ അവനെ എന്തായാലും വിളിക്കാൻ വന്നേക്കും. കാരണം അവനെ ഭയങ്കര അലമ്പാന്നല്ലേ പോലീസുകാർ പറഞ്ഞു. അത് കാരണം അവനെ ഈ സിറ്റി നിർത്താൻ പറ്റില്ലെന്നാ പോലീസ് പറഞ്ഞത്. മാമ, എന്തായാലും ഈ പ്രശ്നമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ മാമൻ അവനെ തിരിച്ചു വിട്ടാൽ മതി. ഞാൻ എന്തായാലും അവനെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇറക്കിക്കൊണ്ട് വരാം കേട്ടോ. ആടാ മോനെ, താങ്ക് യു. ഓക്കെ മാമ, ഞാൻ എന്തായാലും അവനെ പോയി ഇറക്കിക്കൊണ്ട് വരാം കേട്ടോ. എന്തായാലും എൻ്റെ മാമൻ്റെ മോൻ ഷിൻചാനെന്ന് പറഞ്ഞ അവന് പോലീസ് സ്റ്റേഷനിലാണ്. അവനെ നമുക്കൊന്ന് പോയിട്ട് ഇറക്കിക്കൊണ്ട് വരാം കേട്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. 2000 years later. ഷിൻചാനെ, നീ എൻ്റെ മാമൻ്റെ മോനല്ലോടോ. അതൊരു തെറ്റേ അല്ലല്ലോ അല്ലേ. നീ എന്തിനിപ്പോൾ എന്നെ ഇടിക്കുന്നേ? എടാ കുരുത്തം കെട്ടവനെ, അടങ്ങിയിരിക്കുക കേട്ടോ. എന്തായാലും നിന്റെ അച്ഛൻ ഇന്ന് തന്നെ നിന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകും. കാരണം നീ ഇപ്പം തൽക്കാലം അടങ്ങിയിരുന്നേ. 2000 years later. ഗേസ്, അപ്പം നമ്മുടെ ഷിൻചാൻ എന്ന് പറയുന്ന പയ്യനെ നമ്മുടെ മാമൻ വന്ന് വിളിച്ചോണ്ട് പോയിട്ടാണ്. മാമനിപ്പോൾ എന്നെ വിളിച്ചിട്ട് കട്ട് ചെയ്തതേ ഉള്ളൂ. എന്തായാലും ഇപ്പോഴാണ് ഇപ്പം പോയതേ ഉള്ളവർ. അപ്പം എന്തായാലും നമ്മുടെ ഷിൻചാൻ ഇച്ചിരി അലമ്പ് പയ്യനാണ്. അടുത്ത പ്രാവശ്യം നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവൻ ശരിയാവുമായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.